നമസ്കാരം. ഹദ്രത്ത് മിർസ ബഷീറുദ്ദീൻ മഹമ്മൂദ് അഹമ്മദ് രചിച്ച തിരുനബി ചരിത്രം എന്ന പുസ്തകത്തിന്മേലുള്ള പുസ്തക ചർച്ചയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. പങ്കെടുക്കുന്നവർ മുഹമ്മദ് ഇസ്മായിൽ, കെ സുരേന്ദ്രൻ, ഷബീൽ അഹമ്മദ്. പ്രസാധകർ ഇസ്ലാം ഇന്റർനാഷണൽ പബ്ലിക്കേഷൻസ്. ഏവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യരെ, ഇസ്ലാം ഇന്റർനാഷണൽ പബ്ലിക്കേഷൻസിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രസിദ്ധീകരിച്ച തിരുനബി ചരിത്രം ലോകത്തെ ഏറ്റവും സ്വീകാര്യനായ വ്യക്തി എന്ന് യൂറോപ്യന്മാർ വിശേഷിപ്പിച്ചതും അതേസമയം ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതുമായ പ്രോഫറ്റ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അഹ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ രണ്ടാം ഖലീഫ ഹസ്രത്ത് മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദ് രചന നിർവഹിച്ച പുസ്തകത്തെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നത് അഹ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ മലയാള വാരിക ബദർ വാരികയുടെ എഡിറ്ററും പ്രചാരണ വിഭാഗം അംഗവുമായ മൗലവി മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അവർകൾ. കൂടാതെ ഈ യോഗത്തിൽ വിശിഷ്ടാതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ളത് ബഹുമാന്യനായ ഡെപ്യൂട്ടി സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചതിനു ശേഷം ഗവൺമെൻറ്റിൽ നിന്നും വിരമിച്ചതിനു ശേഷം ദീർഘകാലം ഏകദേശം 45 വർഷത്തോളം അധ്യാപന പരിചയമുള്ള സാഹിത്യ ബന്ധുവായ ശ്രീ കെ സുരേന്ദ്രൻ സാർ അവർകളുമാണ്. സഭാന പ്രസംഗം നിർവഹിക്കാമെന്നിട്ടുള്ള മൗലവി ശ്രീ ഷബീൽ അഹമ്മദ് സാഹിബാണ്. ഇവർ 3 പേരെയും തിരുവനന്തപുരം അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ അമീർ ബഹുമാന്യായ അബ്ദുള്ള സാഹിബ് എന്നിവരെയും വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. പരിപാടി ആരംഭിക്കുന്നതിന് മുമ്പായി വിശുദ്ധ ഖുർആൻ്റെ തിലാവത്ത് നിർവഹിക്കുന്നതിനായി ബഹുമാന്യായ ഫസൽ അഹമ്മദ് സാഹിബിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذين يبلغون رسالات الله ويخشونه ولا يخشون أحدا إلا الله وكفى بالله حسيبا. ما كان محمد أبا أحد من رجالكم ولكن رسول الله وخاتم النبيين وكان الله بكل شيء عليما. വിശുദ്ധ ഖുർആനിലെ 33-ാമത്തെ അധ്യായം അൽ അഹ്സാബ് 40-41 വചനങ്ങളാണ് കേൾപ്പിച്ചത്. തർജ്ജമ ഇപ്രകാരമാകുന്നു. പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുകയും അവനെ ഭയപ്പെടുകയും അള്ളാഹുവിനെയല്ലാതെ മറ്റാരെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്യുന്നവരായിരുന്നു അവർ. കണക്കെടുക്കുന്നവൻ എന്ന നിലയിൽ അള്ളാഹു മതിയായവനാകുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിൽ ഒരു പുരുഷൻ്റെയും പിതാവല്ല, പക്ഷേ അദ്ദേഹം അള്ളാഹുവിൻ്റെ ദൂതനും എല്ലാ പ്രവാചകന്മാരുടെയും മുദ്രയുമാകുന്നു. അള്ളാഹു എല്ലാ കാര്യത്തെക്കുറിച്ചും നല്ലവണ്ണം അറിയുന്നവനാകുന്നു. നന്ദി ഫസൽ സാഹിബ്. ഈ പുസ്തക പരിചയ യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നത് ബദർ വാരികയുടെ മലയാളം വിഭാഗത്തിൻ്റെ ചീഫ് എഡിറ്റർ മൗലാന മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അവർകളാണ്. അദ്ദേഹത്തെ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. തിരുനബി ചരിത്രം ഇത് വാഗ്ദത്ത മഹദിയായ ഹദരത്ത് മിർസ ഗുലാം അഹമ്മദുൽ ഖാദിയാനിയുടെ മകനും അഹമ്മദിയ ജമാഅത്തിൻ്റെ 2ാമത്തെ ഖലീഫയുമായ ഹദരത്ത് മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദ് 10 വോള്യം ഖുർആൻ
വ്യാഖ്യാനമായി എഴുതിയിട്ടുണ്ട്. അതിൻ്റെ മുഖവുരയിൽ വന്ന ഒരു ഭാഗമാണ്. ആ ഭാഗം എടുത്തിട്ടാണ് തിരുനബി ചരിത്രം എന്ന രീതിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഈ ഗ്രന്ഥം 358 പേജുണ്ട്. ഇതിൽ ഏകദേശം 158 സൈഡ് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡ് ഹെഡിങ് കൊണ്ടുള്ള ഗുണമെന്താണെന്ന് പറഞ്ഞാൽ വായനക്കാർക്ക് ഒഴുക്കോടുകൂടി വായിച്ചു പോകാം, പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്യും. ഇതിൻ്റെ തർജ്ജമ ചെയ്തിട്ടുള്ളത് മാതൃഭൂമിയുടെ ലേഖകനായിരുന്ന അഹമ്മദിയ ജമാഅത്തിൻ്റെ സത്യദൂതൻ മാസികയുടെ എഡിറ്ററായിരുന്ന എൻ അബ്ദുറഹീം സാഹിബാണ്. അദ്ദേഹം നല്ല ഉറുദു ഭാഷാ പണ്ഡിതനാണ്, മലയാള പണ്ഡിതനാണ്, ഇംഗ്ലീഷ് പണ്ഡിതനാണ്. വളരെ സരളമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം തർജ്ജമ ചെയ്തിട്ടുള്ളത്. കാരണം ഉറുദു ഭാഷയിലുള്ള ഈ ഗ്രന്ഥം ഞാൻ വായിച്ചിട്ടുണ്ട്, ഈ മലയാള ഭാഷയിലുള്ള ഗ്രന്ഥവും ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു തർജ്ജമയാണ് ഇത്. പിന്നൊന്ന് പറയാനുള്ളത്, ഈ ഗ്രന്ഥം നിങ്ങൾ വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതാരാണേലും, ഏത് മതസ്ഥനായാലും ഏത് നിരീശ്വരവാദിയാണെങ്കിലും എനിക്ക് പറയാൻ കഴിയും, അത് വായിച്ചു തീർക്കാതെ അദ്ദേഹം അത് താഴെ വെക്കൂല. അതാണ് ഈ ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകത. അതായത് ഒരു മനുഷ്യൻ്റെ, പച്ചയായ ഒരു മനുഷ്യൻ്റെ ജീവിതമാണിത്. ചെറുപ്പം മുതൽ തുടങ്ങി അദ്ദേഹത്തിൻ്റെ അന്ത്യം വരെയുള്ള എല്ലാ കാര്യങ്ങളും, ഒരു മനുഷ്യന് എന്തെന്തൊക്കെ ചെയ്യണം, എന്തെന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നത് മുൻനിർത്തി നമുക്ക് ജീവിതം കാഴ്ചവെച്ച, നമുക്ക് മാതൃകയായ ഒരു പ്രവാചക വരേണ്യൻ്റെ കൃതിയാണ് ഇത്, ഈ തിരുനബി ചരിത്രം. ഇത് ചില ഘട്ടങ്ങളിൽ നിങ്ങളെ വിസ്മയപ്പെടുത്തും, ചില ഘട്ടങ്ങളിൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തും, ചില ഘട്ടങ്ങളിൽ നിങ്ങളുടെ മനസ്സിനെ അലിയിപ്പിക്കും, ചില ഘട്ടങ്ങളിൽ നിങ്ങളെ ചിന്തിപ്പിക്കും, ചില ഘട്ടങ്ങളിൽ നിങ്ങളെ കരയിക്കും. അങ്ങനത്തെ ഒരു ഗ്രന്ഥമാണിത്. ഇതിൽ ഞാൻ വിശദമായൊന്നും കിടക്കുന്നില്ല, എൻ്റെ സമയം പരിമിതമാണ്. ഞാൻ 2-3 കാര്യങ്ങൾ മാത്രം ഇതിൽ നിങ്ങളോട് പറയും. ഈ ഗ്രന്ഥത്തിൽ സെയ്ദ് എന്ന് പറയുന്ന ഒരു ശിഷ്യനെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നുണ്ട് മുഹമ്മദ് നബിയുടെ. സെയ്ദ് ക്രൈസ്തവ കുടുംബത്തിൽപ്പെട്ട ഒരാളായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ അടിമയായി വിൽക്കപ്പെട്ടു. അങ്ങനെ അദ്ദേഹം അറേബ്യയിൽ വന്നു. ആ അറേബ്യയിൽ വന്ന അദ്ദേഹം ഈ മക്കയുടെ അടുത്താണ് താമസിച്ചിരുന്നത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ സന്ദേശം കേട്ടുടനെ അദ്ദേഹത്തെ വിശ്വസിച്ചു, അദ്ദേഹത്തെ മോചിതനാക്കി, അദ്ദേഹത്തെ സ്വതന്ത്രനാക്കി. ഈ സെയ്ദ് പിന്നീട് മുഹമ്മദിൻ്റെ ഭക്തനായി മാറി. വളരെ പ്രശസ്തനായ ഒരു സഹാബി വര്യനായിട്ട് മാറി. ഈ സെയ്ദിനെ തപ്പിത്തപ്പി നടക്കുകയായിരുന്നു മാതാപിതാക്കൾ. അങ്ങനെ അവസാനം അവർക്ക് മനസ്സിലായി മുഹമ്മദിൻ്റെ അടുക്കൽ ഈ സെയ്ദ് ഉണ്ടെന്ന്. അങ്ങനെ അവരവിടെ വന്നു. മുഹമ്മദ് നബിയോട് പറഞ്ഞു, ഞങ്ങളുടെ മകൻ നിങ്ങളുടെ കയ്യിലുണ്ട്, വിട്ടു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ മുഹമ്മദ് പറഞ്ഞു, നിങ്ങൾക്ക് ഏത് സമയം അവനെ കൊണ്ടുപോകാം, ഞാൻ പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല, അവൻ സ്വതന്ത്രനാണ്, നിങ്ങൾ കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ സെയ്ദിനോട് വന്ന് പറഞ്ഞപ്പോൾ സെയ്ദ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, എനിക്ക് മുഹമ്മദിനെ വേർപിരിഞ്ഞ് നിൽക്കാൻ സാധ്യമല്ല. മാതാപിതാക്കളെക്കാൾ ഞാൻ ഇപ്പോൾ മുഹമ്മദിനെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് മാതാവും പിതാവും നിങ്ങൾ തിരിച്ചു പോകണം, ഞാൻ ഇവിടെ ജീവിതം കഴിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മുഹമ്മദിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രവൃത്തികൾ സെയ്ദിനോട് എങ്ങനെയായിരുന്നു, ഒരടിമയായിരുന്ന സെയ്ദിനോട് എങ്ങനെയായിരുന്നുവെന്ന്. സാധാരണ അടിമകളോട് എന്തെല്ലാം ക്രൂരതയാണ് കേൾക്കുന്നത്. അപ്പോൾ ആൾക്കാർ ഏത് രീതിയിലും ഓടാനാണ് ആഗ്രഹിക്കുക, പക്ഷേ അദ്ദേഹം പോയില്ല. പിന്നെ വേറൊന്ന് നോക്കുക, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുലാ ഹുദൈബിയ, ഒരു ഹുദൈബിയ സന്ധി നടത്തിയിരുന്നു. അതായത് ഒരു ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മക്കയിലേക്ക് ഉംറ ചെയ്യാൻ വരികയാണ്. അപ്പോൾ വഴിയിൽ വെച്ച് തടഞ്ഞപ്പോഴത്തേക്ക് അവരങ്ങോട്ട് കയറ്റുന്നില്ല. അപ്പോൾ മക്കക്കാർ, ഖുറൈശികൾ അവരുടെ ഒരു പ്രതിനിധി അയച്ചു. സുഹൈൽ ഇബ്നു അംർ എന്നാണ് പേര്. അദ്ദേഹം വന്നു.
അങ്ങനെ മുഹമ്മദുമായി സംസാരിച്ചു. അപ്പോൾ ഈ വർഷം നിങ്ങൾക്ക് ഉംറ ചെയ്യാൻ അനുവാദമില്ല, നിങ്ങൾ മടങ്ങിപ്പോകണം, അടുത്ത വർഷം നിങ്ങൾ വന്നോളാൻ പറഞ്ഞു. അങ്ങനെ ചില നിബന്ധനകൾ എഴുതി പൂർത്തിയാക്കി. അതിലൊരു നിബന്ധന നിങ്ങൾ ആലോചിച്ച് നോക്കുക, എതിരാളികൾ എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, മദീനയിൽ നിന്ന് ആരെങ്കിലും മക്കയിലേക്ക് വന്നാൽ ഞങ്ങൾ അവരെ വിടൂല. മദീനയിലാണ് മുഹമ്മദ് ഉള്ളത്, മുഹമ്മദിൻ്റെ അനുയായി ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ വിടൂല. എന്നാൽ മക്കയിൽ നിന്ന് ആരെങ്കിലും അങ്ങോട്ട് വന്നാൽ നിങ്ങൾ തിരിച്ചയക്കണം. ഉടനെ പറഞ്ഞു ശരി, അത് എഴുതാൻ പറഞ്ഞു. അത് എഴുതി. ഇത് എഴുതി കഴിഞ്ഞ് ഒപ്പിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ സുഹൈലിൻ്റെ മകൻ അബൂജന്തൽ ചങ്ങല പൊട്ടിച്ചുകൊണ്ട് ഓടി വരുന്നത്. കാരണം അയാൾ ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ട് ഈ സുഹൈൽ ബിൻ അമർ പിതാവ് അയാളെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു, മുറിയിലിട്ട് പൂട്ടിയിരിക്കുകയായിരുന്നു. എങ്ങനെയോ കയറ് പൊട്ടിച്ചിട്ട് വന്നു. ഇവിടെ വന്നിട്ട് കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ സുഹൈൽ ഇത് കാണുന്നുണ്ട്. അപ്പോൾ സുഹൈൽ ഉടനെ പറഞ്ഞു, എൻ്റെ മകനെ നിങ്ങൾ വിട്ടു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ആകാത്തൊരു സംഘർഷഭരിതമായ അവസ്ഥയാകുകയാണ്. അപ്പോൾ ഈ സുഹൈൽ ഈ അബൂജന്തൽ പറഞ്ഞു, മകൻ പറഞ്ഞു, എന്നെ ഒരിക്കലും നിങ്ങൾ വിട്ടുകൊടുക്കരുത്, എന്നെ അവർ കൊന്നുകളയും, അതുകൊണ്ട് നിങ്ങൾ വിട്ടുകൊടുക്കരുതെന്ന് പറഞ്ഞു. അവസാനം ചർച്ചയ്ക്കൊടുവിൽ മുഹമ്മദ് നബി പറഞ്ഞു, അബൂജന്തലെ നീ ക്ഷമിക്ക്, ഞങ്ങളൊരു ഉടമ്പടി ചെയ്തു, ഞങ്ങൾ ഉടമ്പടി ലംഘിക്കുന്നവരല്ല, അതുകൊണ്ട് നീ തിരിച്ചു പോകാൻ പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഇത് കൂടാതെ കണ്ട് അബ്ബാസ് എന്ന് പറയുന്ന പിതൃവ്യൻ, മുഹമ്മദിൻ്റെ പിതൃവ്യൻ ഒരു യുദ്ധത്തിൽ പിടിക്കപ്പെട്ടു. അപ്പോൾ ഇസ്ലാമിൻ്റെ എതിരാളിയാണ്. അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുവന്ന് അന്ന് കയറുകൊണ്ട് കെട്ടിയിടുന്ന സമ്പ്രദായമാണ്. മറ്റ് തടവുകാരോടൊപ്പം ഇദ്ദേഹത്തെയും കെട്ടിയിട്ടെന്ന് മാത്രമല്ല, രാത്രി ആയപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ ഞരക്കവും മൂളിച്ചയും മുഹമ്മദ് കേട്ടു. മുഹമ്മദ് കേട്ടുടനെ അദ്ദേഹത്തിന് അസ്വസ്ഥനാകാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുയായികൾ വിചാരിച്ചു, ഇത് വല്ലാത്തൊരവസ്ഥയാണ്, പ്രവാചകൻ വളരെ വിഷമിക്കുന്നു. ആരോ ഒരാൾ പോയിട്ട് ആ കെട്ട് അയച്ചു. പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ ഞരക്കവും മൂളിച്ച് നിന്നു. ഉടനെ ചോദിച്ചു, അബ്ബാസിന് എന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ അനുയായികൾ പറഞ്ഞു, അങ്ങയുടെ വിഷമം കണ്ടിട്ട്, അങ്ങയുടെ മുഖത്തെ വിഷമം കണ്ടിട്ട് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കെട്ടയച്ചു വിട്ടതാണ്. പറഞ്ഞു, പാടില്ല, എല്ലാ തടവുകാരും ഒരുപോലെയാണ്, അതെൻ്റെ പിതൃവ്യനാണെങ്കിലും വേണ്ടില്ല, പൂർവ്വസ്ഥിതിയിലാക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ പോയി ആ കെട്ട് വീണ്ടും മുറുക്കി കെട്ടി കൊടുത്തു. ഇത് നമുക്ക് വണങ്ങാം. പിന്നെ പള്ളികളിൽ തൂപ്പുകാരിയായി വന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ പെട്ടെന്ന് മരിച്ചു കഴിഞ്ഞപ്പോൾ അനുയായികളെല്ലാവരും കൂടെ അവരെ കൊണ്ട് കബറടക്കി. 2 ദിവസമായിട്ട് ഈ സ്ത്രീയെ കാണാതായപ്പോൾ പ്രവാചകന് ഭയങ്കര വിഷമമായി. എവിടെയാണ് പോയത് ഇങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങി. ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരോ പറഞ്ഞു അവർ മരിച്ചു, അവരെ കബറടക്കി. പ്രവാചകൻ ഉടനെ പറഞ്ഞു, എവിടെ അവർ മറയടക്കിയത്? വളരെ അസ്വസ്ഥനായി. ഉടനെ പറഞ്ഞു, ഞങ്ങൾ കാണിച്ചു തരാം. അങ്ങനെ കാണിച്ചവിടെ കൊണ്ടുപോയി. അങ്ങനെ ആ കബറിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു അവർക്ക് വേണ്ടി. എന്നിട്ടാണ് അദ്ദേഹത്തിന് സമാധാനം കിട്ടിയത്. പിന്നെ പ്രവാചകൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ന് കാണുന്ന നമ്മൾ ഒരുപാട് വിവാഹ സദ്യകളൊക്കെ നമ്മൾ ഉണ്ണാൻ പോകുന്നില്ലേ? പ്രവാചകൻ പറഞ്ഞു, പാവങ്ങൾ ക്ഷണിക്കപ്പെട്ടിട്ടില്ലാത്ത ആഘോഷം അത് അനുഗ്രഹപൂർവമല്ല. ഏത് ആഘോഷമാണെങ്കിലും ഏത് വിവാഹമാണെങ്കിലും അവിടെ പാവങ്ങൾ ക്ഷണിക്കപ്പെടണം, അപ്പോഴാണ് അത് അനുഗ്രഹപൂർണമായിട്ട് മാറുന്നത്. പിന്നെ പ്രവാചകൻ്റെ ഒരു മകളായിരുന്നു സൈനബ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് അവർ വരുമ്പോഴത്തേക്ക് അവർ ഗർഭിണിയായിരുന്നു. ഈ ഗർഭിണിയായ സൈനബിനെ എതിരാളികൾ ആക്രമിച്ചിട്ട് കുത്തിക്കൊന്നു. ഒട്ടകപ്പുറത്ത് കയറി മദീനയിലേക്ക് പലായനം ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു. അവരവിടെ മരിച്ചു വീണു. പ്രവാചകന് ഏറെ വിഷമമുണ്ടായി. അത് മദീനയിൽ വെച്ച് അദ്ദേഹം ആ വിവരം അറിയുന്നു. പിന്നീട് മക്ക വിജയമായപ്പോൾ ആ സന്ദർഭത്തിൽ ഇവരുടെ ഈ ഹിബാർ ബിൻ അസ്വദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആ കൊലപാതകയുടെ പേര് ഹിബാർ ബിൻ അസ്വദ് എന്നാണ്. ഹിബാർ ബിൻ അസ്വദിൻ്റെ കുടുംബക്കാർ വന്നിട്ട് മുഹമ്മദിനോട് പറഞ്ഞു, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ഹിബാറിന് നിങ്ങൾ മാപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞു. ആരാണ്? സ്വന്തം മകളെ കൊന്നു കൊലപ്പെടുത്തിയതാണ്. മുഹമ്മദാണെങ്കിൽ മദീനയിലെ ഭരണാധികാരിയാണ്, ഇവിടെ വന്നതാണ്, വിജയം കിട്ടി ഇവിടെ വന്നതാണ്, അദ്ദേഹത്തിന് വേണമെങ്കിൽ ശിക്ഷിക്കണമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഹിബാറിന് ഞാൻ മാപ്പ് കൊടുത്തിരിക്കുന്നു. ഇങ്ങനെ ഒരു പ്രവാചകനെയാണ് നമ്മൾ ഈ ഗ്രന്ഥത്തിൽ കാണുന്നത്. ഈ മുഹമ്മദിനെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ലോകത്തിന്. കാരണം എന്തുകൊണ്ട് പരിചയപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ, ഇതിലാണ് മനുഷ്യൻ്റെ ജീവിതം.
ശാശ്വതമായ ആത്മീയാനന്ദകരമായ ഒരു ജീവിതം ആഗ്രഹിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതായത് ആർക്കും ഒരു കുഴപ്പവുമില്ലാതെ, ആരെയും വേദനിപ്പിക്കാതെ, ആരെയും ദുഃഖിപ്പിക്കാതെ ഒരു ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന, അങ്ങനെ ഈ ലോകത്തു നിന്ന് വിട പറയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രന്ഥം അവനെല്ലാം ഇത് പ്രദാനം ചെയ്യുന്നുണ്ട്. എങ്ങനെ ജീവിക്കണം, ഏത് രീതിയിൽ പോകണം, എങ്ങോട്ട് പോകണം. നിരവധി സംഭവങ്ങളാണ്, എനിക്ക് സമയമില്ല, അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇത് 3-4 ഉദാഹരണം ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ വിനീതമായ അഭ്യർത്ഥന എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളെല്ലാവരും ഈ ഗ്രന്ഥം വായിച്ചിരിക്കണം. അത് ഏത് മതസ്ഥരായാലും വേണ്ടില്ല, മറ്റുള്ളവർക്ക് കൊടുക്കണം. ഇങ്ങനെ ഒരു പച്ചയായ മനുഷ്യൻ അറേബ്യയിൽ ജീവിച്ചിരുന്നു. അദ്ദേഹം ഇന്ന രീതിയിലാണ് ജീവിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ദൈവത്തിൻ്റെ സംപ്രീതനായി മാറി. ആ പ്രവാചകനെ അനുസ്മരിക്കാൻ ഇങ്ങനൊരു അവസരം ഇവിടെ കിട്ടുന്നതിന് ഇതിൻ്റെ സംഘാടകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും. നന്ദി ഇസ്മായിൽ സാഹിബ്. അധ്യാപനം തൻ്റെ പാഷനാക്കി കൊണ്ടു നടക്കുന്ന കേരള സർക്കാരിൻ്റെ വിവിധ വിഭാഗങ്ങളിൽ ഡെപ്യൂട്ടി സെക്രട്ടറി ആയിട്ടും അല്ലാതെയും വർക്ക് ചെയ്തിട്ടുള്ള, മന്ത്രിമാരോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള സാഹിത്യ ബന്ധുവായ, ആത്മാർത്ഥതയുടെ മകുട ഉദാഹരണമായ ശ്രീ കെ സുരേന്ദ്രൻ സാർ അങ്ങയെ വിശിഷ്ട അതിഥി എന്ന നിലയിൽ പ്രഭാഷണം നിർവഹിക്കാനായി ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാരുണികനായ കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു. മാന്യ വ്യക്തികൾക്ക് എൻ്റെ പ്രണാമം. ഹദറത്ത് മിർസ ബഹറുദ്ദീൻ മുഹമ്മദ് അഹമ്മദിൻ്റെ ലളിതവും മനോഹരവുമായിട്ടുള്ള തിരുനബി ചരിത്രം എളിയ രീതിയിൽ പെട്ടെന്ന് അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ലോക ഭൂപടത്തിൽ ആഫ്രിക്കയുടെ വടക്ക് കിഴക്കായി ഒരു ചെറിയ പ്രദേശം കാണാം. നടുക്ക് ചെങ്കടൽ. ഏഷ്യ ഭൂഖണ്ഡത്തോട് ചേർന്നതാണ് സൗദി അറേബ്യ. പണ്ട് ഇത് വെറും അറേബ്യയായിരുന്നു. ഈ അറേബ്യയിലെ മക്ക നഗരത്തിൽ 570 AD ഓഗസ്റ്റിൽ മക്കയിൽ ജനിച്ച നബി ജനിച്ചു. പിതാവ് നബിയുടെ ജന്മത്തോടൊപ്പം തന്നെ പിതാവ് മരിച്ചു. 5 വർഷക്കാലം മാത്രം അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അമ്മ ജീവിച്ചു. അതുപോലെ തന്നെ അമ്മയും മരിച്ചു. ഏതാണ്ട് ഒരു അനാഥത്വത്തിൽ ജീവിച്ചതായ മുഹമ്മദ്, ആ മുഹമ്മദിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ നിങ്ങൾക്കെല്ലാം അറിയാം, സ്തുതിക്കപ്പെട്ടവൻ, വാഴ്ത്തപ്പെട്ടവൻ എന്നാണ്. ദെൻ അദ്ദേഹത്തെ വല്യച്ഛൻ വളർത്തി. അവസാന ഈ കുട്ടി ജനിച്ച സമയത്ത് ഒരസാധാരണ സ്വഭാവം ഈ കുട്ടിയിൽ ദൃശ്യമായിരുന്നു. ആ അസാധാരണ ദൃശ്യത്തിലെ പ്രധാനപ്പെട്ട സ്വഭാവം, അദ്ദേഹം ചിന്താമഗ്നനായിരുന്നു എല്ലായ്പ്പോഴും. തീർച്ചയായിട്ടും ഏതോ ഒരു ചേതോവികാരം അദ്ദേഹത്തെ ഉണർത്തിവിട്ടുകൊണ്ടിരുന്നു. മറ്റൊന്നുമല്ല, ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യവും ഈ രഹസ്യത്തിലടങ്ങിയിരിക്കുന്നതായ ഉൾവിളിയുമെല്ലാം ലോകത്തെ അറിയിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണോ താൻ, അല്ലെങ്കിൽ അതിനുവേണ്ടി നിയുക്തനാണോ ഞാൻ എന്ന് ചിന്തിക്കുന്ന ആ ചിന്താമഗ്നത എല്ലായ്പ്പോഴും ഈ കുട്ടിയിലുണ്ടായിരുന്നു. ദെൻ അദ്ദേഹം അങ്ങേയറ്റത്തെ സമാധാനപ്രേമിയായിരുന്നു കുട്ടിയായിരുന്ന കാലത്ത്. നിങ്ങൾ ആ കാലത്ത് മക്കയിലെ ജനങ്ങൾ ഭക്തരായിരുന്നു, വളരെ ഭക്തരായിരുന്നു. പക്ഷേ ആ ഭക്തിയുടെ അടിത്തറ വിഗ്രഹാരാധനയായിരുന്നു. ആ വിഗ്രഹാരാധനയിൽ ഏതാണ്ട് 360ഓളം വരുന്നതായ വിഗ്രഹങ്ങളെ ഓരോ ദിവസവും ഒരു വിഗ്രഹം എന്ന തരത്തിൽ അവർ ആരാധിച്ചു കൊണ്ടിരുന്നു. വിഗ്രഹാരാധനയുടെ പൊള്ളത്തരം എന്തെന്ന് നിങ്ങളെപ്പോലെയുള്ളവർക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. യഥാർത്ഥത്തിൽ യഥാർത്ഥ ആരാധന വേണ്ടത് ഈ പ്രപഞ്ച സൃഷ്ടിയുടെ കർത്താവായ അള്ളാഹുവിൽ, ആ അള്ളാഹുവിൻ്റെ പ്രതിനിധിയിൽ അവരുടെ മനസ്സിൽ ഉതിർന്നു വരുന്നത് സത്യസന്ധമായ വികാരങ്ങൾ
അവർ ജനതയോട് പറയുന്ന സമയത്തുള്ള വിശ്വാസത്തിലാണ് യഥാർത്ഥമായിട്ടുള്ള ചേതോവികാരം, ദൈവചിന്ത അടങ്ങിയിരിക്കുന്നത്. അല്ലാതെ ക്ഷേത്രങ്ങളിലും അമ്പലങ്ങളിലും മറ്റ് പ്രദേശങ്ങളിലും ഒക്കെ വച്ചിരിക്കുന്ന പ്രതിമകളിൽ പോയിട്ട് കുമ്പിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടെ ദൈവത്തെ കാണാമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും ഒരു പൊള്ളയായ വാദമാണ്. ആ പൊള്ളയായ വാദത്തെ ഈ പുസ്തകത്തിൽ കൂടി വിളിച്ചറിയിക്കുന്നു ഇതിൻ്റെ രചയിതാവ്. ആ കാലയളവിൽ മുഹമ്മദ്, അപ്പോൾ മക്കയിലെ ജനങ്ങൾ ഭക്തിയുള്ളവരായിരുന്നു. അവർ ഐഡൽ വർഷിപ്പേഴ്സ് ആയിരുന്നു. Everyone knows what is idol worship. Idol worship is nothing but you worship upon idols and then see that there is something that is coming in your life. But unfortunately, it will never come. If you work with your brain and if you work with your, what you call it as a muscle, and there is the, we can say, God that you can see in the mind and heart of you, and that is what Muhammad is teaching us. Then മക്കയിൽ ആ കാലയളവിൽ മതങ്ങളുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട മതം യഹൂദ മതമായിരുന്നു. അതേപോലെ ക്രിസ്തീയ മതവും ഉണ്ടായിരുന്നു. ആ ക്രിസ്തീയ മതത്തിന് മുൻപായിരുന്നു യഹൂദ മതം. ദെൻ മുഹമ്മദ് ജനിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് ക്രിസ്തീയ മതമായിരുന്നു. മക്കയിലെ ഖഅബ പള്ളിയിൽ അങ്ങനെ വളർന്നു വന്നതായ മുഹമ്മദ് മക്കയിലെ ഖഅബ പള്ളിയിൽ ആ പള്ളി നശിച്ചതിന് ശേഷം, പള്ളി പ്രളയത്തിൽ നശിച്ചപ്പോൾ അത് പുതുക്കിപ്പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിനിടയിൽ മുസ്ലിങ്ങളുടെ ചേരിതിരിവുണ്ടാവുകയും അതൊരു യുദ്ധത്തിൻ്റെ രംഗത്തിലേക്ക് വളർന്നു വന്ന സമയത്ത് അവിടെ ഉയർന്നു വന്ന ഒരു തർക്കത്തിന് അദ്ദേഹം പരിഹാരം കണ്ട രീതി വളരെ വ്യത്യസ്തമായിരുന്നു എന്ന് കാണാം. പ്രഭാതത്തിൽ പള്ളിയിലെത്തിച്ചേരുന്ന ആദ്യ വ്യക്തിയെ വിളിച്ചു. അത് മറ്റാരുമല്ലായിരുന്നു, മുഹമ്മദായിരുന്നു. അദ്ദേഹം ഈ തർക്കം രൂക്ഷമായി മുസ്ലിം ജനങ്ങളെ വിഭാഗങ്ങളാക്കി, തട്ടുകളാക്കി തിരിച്ചുകൊണ്ട് നശിപ്പിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം വന്ന് ഒരു തോർത്ത് കൊണ്ടുവരാൻ പറഞ്ഞു, തോർത്തുമുണ്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ആ തോർത്തുമുണ്ട് കൊണ്ടുവന്നു. അതിൻ്റെ 4 വശത്തേക്ക് ഈ വിരുദ്ധ ചേരിയിൽ നിൽക്കുന്നതായ മനുഷ്യരോട് പിടിക്കാൻ പിടിക്കാൻ പറഞ്ഞതിന് ശേഷം ആ പള്ളിക്ക് വേണ്ടി സമർപ്പിക്കുന്ന കല്ലതിനകത്ത് വയ്ക്കാൻ പറഞ്ഞു. എന്നിട്ട് അത് ഭിത്തിയിലൊട്ടിക്കാൻ പറഞ്ഞു. അങ്ങനെ ഭിത്തിയിലൊട്ടിച്ചു. ആ ഭിത്തിയിലൊട്ടിച്ചത് യഥാർത്ഥത്തിൽ ഒരു പ്രതീകാത്മകമായ വിപ്ലവത്തിൻ്റെ തുടക്കം മാത്രമായിരുന്നു, മറ്റൊന്നുമല്ല. ഒരു തോർത്തുമുണ്ടിൻ്റെ 4 കോണിൽ നിന്നുകൊണ്ട് വിരുദ്ധ ശക്തികളെ ഒരേപോലെ കൊണ്ടുവരാനും അവരെ സമൂഹത്തിൻ്റെ നന്മയിലും സ്വയം നന്മയിലും വാർത്തെടുക്കുവാനും അവർക്ക് കഴിയും എന്ന് സ്വയം ചിന്തിപ്പിക്കുന്നു. അത് അംഗീകരിക്കപ്പെട്ടു. ആ അംഗീകാരത്തിൽ അദ്ദേഹത്തിന് ജനങ്ങളുടെ വഴക്കൊഴിവാക്കി. ദെൻ ആ വഴക്കിൻ്റെ ആ വഴക്ക് രൂക്ഷമായ വഴക്കൊരു യുദ്ധത്തിലെത്തുമായിരുന്നു. പക്ഷേ അതിനെ ഒഴിവാക്കാനുള്ള തന്ത്രശാലിയായ ഒരു യുവാവായി അദ്ദേഹം പരിണമിച്ചു. 25-ാമത്തെ വയസ്സിൽ അദ്ദേഹം വിവാഹിതനായി. നിങ്ങൾക്കെല്ലാം അറിയാം, ഖദീജയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ, വിധവയായിരുന്നു. ദെൻ മക്കയിലെ ഹീര എന്ന കുന്നിൻപുറത്ത് അദ്ദേഹം അസാധാരണമായ ധ്യാനത്തിൽ കൂടെ മുഴുകുമായിരുന്നു. ഈ അസാധാരണമായ ധ്യാനത്തിൽ അദ്ദേഹം മുഴുകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരു മാലാഹ പ്രത്യക്ഷപ്പെട്ടു. ആ മാലാഹയായിരുന്നു ജബ്രീൽ മാലാഹ. അത് യഥാർത്ഥത്തിലൊരു ജ്യോതിസ്വരൂപമായിരുന്നു. ജബ്രീൽ മാലാഹ പ്രത്യക്ഷപ്പെട്ടിട്ട് മുഹമ്മദ് അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന വെളിപാട് നൽകി. മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ നബി ആയിത്തീർന്നു. അങ്ങനെ നബി തിരുമേനി ജനിച്ചു. 23 വർഷങ്ങളായി പല തവണകളായിട്ട് ഈ പറയപ്പെട്ട തരത്തിലുള്ളതായ ജബ്രീൽ മാലാഹയുടെ നിരന്തരമായ വെളിപാടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉയർന്നു വന്ന വ്യക്തമായ വികാരങ്ങളെ പൂർണ്ണമായ തരത്തിൽ രചിക്കപ്പെട്ടതാണ് ഖുർആൻ. 114 സൂറത്തുകളിലും അതിനോടനുബന്ധിച്ചുള്ള ആയത്തുകളിലുമായിട്ട് ആ ദിവ്യദർശനബോധം നമുക്ക് കിട്ടുന്നു. ആ ദിവ്യദർശനബോധം ഒരുപക്ഷേ ഈ പ്രപഞ്ചത്തിൽ മറ്റൊരു പ്രോഫറ്റിനും മറ്റൊരു
പ്രോഫറ്റിനും അത് നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു സത്യമാണ്. എന്നെപ്പോലെയുള്ള ഒരു വ്യക്തി ഈ ലോകത്തിൽ ഏറ്റവും കൂടുതലായി ആരാധിക്കപ്പെടുന്നത്, വിശ്വസിക്കപ്പെടുന്നത് ഈ മുഹമ്മദ് നബിയിലാണ്. കാരണം ജീവിതത്തിൻ്റെ എല്ലാ അർത്ഥവും അംശവും ജീവിച്ച് ഒരു ചരിത്ര പുരുഷനായി ഒരു ഉദയസൂര്യനെ പോലെ നിന്ന് പാവപ്പെട്ടവർക്ക് വഴികാട്ടിക്കൊടുത്ത്, അതേപോലെ അവരെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാട്ടാളന്മാരെ പോലെ ജീവിച്ചിരുന്ന മനുഷ്യരെ യഥാർത്ഥ മനുഷ്യരാക്കി മാറ്റുന്നതിലുള്ള പരിണാമത്തിൽ എത്തിച്ചേർന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. അങ്ങനെ ആ കാലത്ത് അദ്ദേഹത്തിന് വളരെയധികം എതിരാളികളുണ്ടായിരുന്നു. ആ എതിരാളികളിൽ ഏറ്റവും പ്രധാനമായിരുന്നു ഖുറൈശികൾ. അവർ നിരന്തരമായിട്ട് അദ്ദേഹത്തെ ശല്യം ചെയ്തുകൊണ്ടിരുന്നു. അവരുമായി പലപ്പോഴും യഥാർത്ഥത്തിൽ അദ്ദേഹം യുദ്ധത്തിൽ അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ വക്കുവരെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു തത്വജ്ഞാനമായിരുന്നു യുദ്ധവും സമാധാനവും. പക്ഷേ വഴക്ക് അതൊരിക്കലും രക്തച്ചൊരിച്ചിലേക്കോ മനുഷ്യൻ്റെ മരണത്തിലേക്കോ എത്തിച്ചേരരുത് എന്ന് അദ്ദേഹം ചിന്തിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വിശുദ്ധ ഖുർആനിൻ്റെ പ്രവചനങ്ങൾ ലോകത്തിലെ സാധാരണപ്പെട്ട മനുഷ്യരിലേക്ക് എല്ലാവരിലേക്കും എത്തിച്ചു കൊടുത്തു. അങ്ങനെ ആദ്യം 15 പേർ മാത്രമടങ്ങിയിരുന്നതായ മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിലേക്ക് ആളുകൾ വന്നു. നിരന്തരമായി ലോകം അതിനകത്തേക്ക് ജനങ്ങൾ ഒഴുകിയെത്തി. അതിൻ്റെ സാധാരണത്വം കൊണ്ട്, നന്മ കൊണ്ട്, അതിൻ്റെ പ്രവൃത്തി കൊണ്ട് ഒഴുകിയെത്തി. ഇന്ന് ലോകം കണ്ടിട്ടുള്ള മതങ്ങളിൽ ഏറ്റവും പ്രശസ്തമായ രണ്ടാം മതമായി മാറുകയും ചെയ്തു. അതിനുശേഷം തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതം ആ 65-ാമത്തെ വയസ്സിൽ ഖദീജ, അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്ന ഖദീജ 65-ാമത്തെ വയസ്സിൽ മരിച്ചു. AD 632 62-ാമത്തെ വയസ്സിൽ നബി തിരുമേനി അന്തരിച്ചു. ദെൻ കഅബ എന്ന് പറയുന്ന പള്ളിയിൽ ഉറങ്ങുന്ന സമയത്ത് ജബ്രീൽ മലക്ക് അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ യഥാർത്ഥമായ സ്വർഗത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ് ഈ മഹാനായ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഒരു തുടക്കവും അന്ത്യവുമായിട്ട് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നബി തത്വങ്ങളിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ആ നബിതത്വങ്ങൾ എന്ന് പറയുന്നത് ലോകത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ തത്വങ്ങളിൽ ഒന്ന് ഏകദൈവം എന്ന ചിന്താഗതിയായിരുന്നു അദ്ദേഹത്തിനുള്ളത്. ഏകദൈവം, ഈ ഏകദൈവത്തിൻ്റെ ചിന്താഗതിയെ ലോകത്തിൽ എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചു. ദെൻ ലോകത്തുണ്ടായിട്ടുള്ള പ്രവാചകന്മാരിൽ ഏറ്റവും വിജയശ്രീലാളിതൻ, ദ മോസ്റ്റ് സക്സസ്ഫുൾ ഓഫ് ഓൾ ദ പ്രൊഫറ്റ് ഇൻ ദ വേൾഡ് ടുഡേ ആൻഡ് ഫോർ എവറി ടൈം ഇറ്റ് ഈസ് നത്തിങ് ബട്ട് നബി തിരുമേനി. ആൻഡ് അദ്ദേഹം ഒരു ചരിത്ര പുരുഷനായിരുന്നു. ഒരു ചരിത്ര പുരുഷൻ എന്ന് പറയുന്ന സമയത്ത് പേരുകൊണ്ട് മാത്രമല്ല, ജീവിച്ച് 62 വർഷക്കാലം മക്കയിലും മദീനയിലുമായി ജീവിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച് അവരിൽ യഥാർത്ഥത്തിൽ കാട്ടാളന്മാരെ പോലെ ജീവിച്ചിരുന്ന മനുഷ്യരെ മനുഷ്യരാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ അങ്ങേയറ്റം പ്രവർത്തിച്ച മനുഷ്യനായതുകൊണ്ട് അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു ചരിത്ര പുരുഷൻ ായിരുന്നു. അദ്ദേഹം ആത്മീയ സാമ്രാജ്യത്തിലെ ഉദയസൂര്യനായിരുന്നു. ആത്മീയ സാമ്രാജ്യത്തിലെ ഉദയസൂര്യൻ എന്ന് നമ്മൾ പറയുന്ന സമയത്ത് സൂര്യൻ എന്ന് പറയുന്നത് ആത്മീയത തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാലത്ത്, അന്ന് ആത്മീയത തെറ്റിദ്ധരിക്കപ്പെട്ട കാലത്ത് അമ്പലങ്ങളിലും അല്ലെങ്കിൽ വിശ്വാസ കേന്ദ്രങ്ങളിൽ ചെന്ന് യഥാർത്ഥത്തിൽ നമ്മളുടെ പോരായ്മകൾ പറയുന്ന സമയത്ത് ആ പോരായ്മകളെ പരിഹരിച്ചു തരുന്ന ആളാണ് ദൈവം, അല്ലാഹു എന്ന വിശ്വാസം ഉണ്ടായിരുന്ന കാലത്തിൽ നിന്ന് മാറ്റിയിട്ട് സ്വന്തം മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥമായിട്ട് മനുഷ്യനായി തീരുന്നതെന്നും അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മീയത നമ്മൾ കാണുന്ന ആത്മീയതയിൽ നിന്ന് വ്യത്യസ്തമാണ്. ചരിത്രത്തിൻ്റെ ലിപികളിൽ ഒന്നൊന്നായിട്ട് അത് എഴുതപ്പെട്ടിട്ടുണ്ട്. ദെൻ അദ്ദേഹത്തിൻ്റെ വെളിപാട് ഗ്രന്ഥം ഒരു ജീവിത മാതൃകയാണ്. വെളിപാട് ഗ്രന്ഥം
ഖുർആൻ എന്ന് പറയപ്പെടുന്നത് ഒരു ജീവിത മാതൃകയാണ്. ഏകമാത്രമായ ദൈവം അദ്ദേഹം 360 യഥാർത്ഥത്തിൽ 50 പ്രാവശ്യം യഥാർത്ഥത്തിൽ നിസ്കരിക്കണമെന്ന ആദ്യം എഴുതി ചേർത്ത ഖുർആനിൽ നിന്ന് ഒരു ദിവസത്തേക്ക് 5 പ്രാവശ്യമാക്കിയതുപോലെ 360 ഐഡൽസിനെ, വിഗ്രഹങ്ങളെ ആരാധിച്ചു കൊണ്ടിരുന്ന ഒരു ജനതയുടെ 360 വരുന്ന വിഗ്രഹങ്ങളെയും തച്ചുടച്ച് അതിന് പകരമായിട്ട് ഏകദൈവത്തെ അവിടെ പ്രതിഷ്ഠിച്ച് ആ ഏകദൈവത്തിൽ കൂടി ശാശ്വതമായ മാനസിക പരിണാമവും സമാധാനവും ചിന്തകളും വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു വലിയ ഐക്കണോക്ലാസ്റ്റ് ആയിരുന്നു. ഐക്കണോക്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ വിഗ്രഹപഞ്ചകൻ എന്ന് പറയുന്ന സമയത്ത് വിഗ്രഹം തച്ചുടയ്ക്കുന്നവനല്ല, യഥാർത്ഥത്തിൽ വികൃതമായ ചിന്തകൾ മനസ്സിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് പരമ്പരാഗതമായി ജനസമൂഹത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില കാലത്ത് ചില വ്യക്തികൾ വളർന്നു വന്നതിന് ശേഷം മാറ്റിമറിക്കും. ആ മാറ്റിമറിക്കുന്ന വ്യക്തിയാണ് നമ്മൾ യഥാർത്ഥത്തിൽ വിഗ്രഹപഞ്ചകൻ എന്ന് വിളിക്കപ്പെടുന്നത്. അദ്ദേഹം നടപ്പാക്കപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതൊന്ന് മദ്യനിരോധനം. ആ മദ്യനിരോധനത്തെപ്പറ്റി ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല. ഇന്ന് കേരളത്തിലും ലോകത്തിലും എല്ലായിടത്തും എന്താണ് സംഭവിക്കുന്നത്? അതിൽ നിന്ന് മോചനം നേടണം. ഒരു ലോകമഹായുദ്ധത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ശബ്ദങ്ങൾ എല്ലായിടത്തും കേളികൊട്ടുന്ന ഈ കാലത്ത് ഒരുപക്ഷേ നമ്മളെല്ലാം ഉണ്ടായിരിക്കുമോ എന്ന് സംശയിക്കുന്നു. ഈ കാലത്ത് അതിന് പശ്ചാത്തലത്തിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മദ്യവും മയക്കുമരുന്നുകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തെ മാറ്റുന്നതിന് വേണ്ടി അദ്ദേഹം അങ്ങേയറ്റം ശ്രമിച്ച് അതുകൊണ്ട് അദ്ദേഹം പ്രൊഹിബിഷൻ നടപ്പിലാക്കി. അതുപോലെ തന്നെ നിങ്ങളെ സലാം ചെയ്യുന്ന ഒരു വ്യക്തിയെ, സലാം എന്ന് പറയപ്പെടുന്നത് യഥാർത്ഥത്തിൽ സമാധാനമെന്നാണ്. ആ സമാധാനത്തിൻ്റെ സലാം നിങ്ങളിലേക്ക് തരുന്ന സമയത്ത് അദ്ദേഹത്തെ അരുത് എന്ന്, അല്ലെങ്കിൽ അദ്ദേഹത്തിനോടെതിരെ ഒരു കാലത്ത് ഉണ്ടാകാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ യുദ്ധമുറകളുണ്ട്. ആ യുദ്ധമുറകൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജനീവ കരാറിലോ അല്ലെങ്കിൽ ലോക സംഘടനയായിട്ട് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ്റെ ഇഡിക്റ്റുകളിലോ എഴുതപ്പെട്ടതിനപ്പുറത്തായിട്ട് അദ്ദേഹം ഒരു 100 യുദ്ധമുറകൾ എഴുതി വെച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ കൊല്ലരുത്, സ്ത്രീകളെ കൊല്ലരുത്, അതേപോലെ വയസ്സരായ മനുഷ്യരെ കൊല്ലരുത്, മരിക്കപ്പെട്ട ശരീരഭാഗങ്ങളെ വികൃതമാക്കരുത്. പക്ഷേ എന്താണ് ഇന്ന് ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? അതന്ന് അദ്ദേഹം നടപ്പാക്കി. 1300 വർഷങ്ങൾക്ക് മുമ്പ് ലോകം എന്തായിരിക്കുമെന്ന് ചിന്തിക്കാൻ കഴിയുന്ന കാലത്ത് വളരെ വിരളമായുള്ള ഒരു സമൂഹത്തെ ആ തരത്തിൽ ചിന്തിപ്പിച്ചുകൊണ്ട് സമാധാനത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും സന്ദേശം ലോകത്തെത്തിക്കാൻ ശ്രമിച്ച മഹത്തായ ഒരു മനുഷ്യൻ ഒരുപക്ഷേ ഒരു മതത്തിലും ഒരു ജന്മത്തിലും ഇത്തരത്തിലുള്ളതായ ഒരു അല്ലെങ്കിൽ മഹത് വ്യക്തി ജനിക്കുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു പുസ്തകമാക്കി ഞാൻ സ്വീകരിച്ചിരിക്കുന്നത് ഖുർആനാണ്. ആ ഖുർആൻ്റെ പരിഭാഷയായി ഇവിടെ രചിക്കപ്പെട്ടതായ ഈ പുസ്തകം തീർച്ചയായിട്ടും അനുകരണീയമായിട്ടുണ്ട്. ഇതിൻ്റെ ചിന്തകൾ എല്ലാവർക്കും പിന്തുടരാവുന്നതാണ്. അതേപോലെ തന്നെ ശുചിത്വം, ആഹാര മര്യാദ, വസ്ത്രധാരണം, ഭാര്യമാരോടുള്ള പെരുമാറ്റം, ആത്മനിയന്ത്രണം, അതേപോലെ തന്നെ നീതിനിഷ്ഠ തുടങ്ങിയ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഉണർന്നുറങ്ങുന്ന അന്ത്യം വരെയുള്ള ജീവിതത്തിൽ കർക്കശമായ നിബന്ധനകളും അതേപോലെ വസ്തുതകളും അതേപോലെ സത്യങ്ങളും നിരത്തി വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒരൊറ്റ മനുഷ്യന് മാത്രമേ ഈ ലോകചരിത്രത്തിൽ നടന്നിട്ടുള്ളത്. നടന്നിട്ടുള്ളത് നബി തിരുമേനിക്കാണ്. അങ്ങനെ മൃഗതുല്യരായി ജീവിച്ചിരുന്ന മനുഷ്യരെ സ്നേഹത്തിലും സമാധാനത്തിലും സന്തോഷമുള്ളത്തിലും ഒരു ജീവിതം നയിക്കുന്നതിന് മനുഷ്യനെ പഠിപ്പിച്ച നബി തിരുമേനിയുടെ ജീവിതത്തെ ദർശനമാക്കി ലളിത മനോഹരമായി മലയാള ഭാഷയിൽ ലോകത്തിന് നൽകിയ ഈ ഹസ്രസ് മിസ്സ
ബിഷറുദ്ദീൻ മുഹമ്മദിൻ്റെ കഴിവ് നിസ്തുലമാണ്. വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇവിടെ ആചാര്യൻ അദ്ദേഹം പറഞ്ഞതുപോലെ ഈ പുസ്തകമെടുത്താൽ നമ്മൾ താഴ്ത്തുവയ്ക്കില്ല. ഞാൻ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട് ഖുറാനോടൊപ്പം. പക്ഷേ ആ ഖുറാനോടൊപ്പം വായിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിൻ്റെ അനുകരണ സ്വഭാവത്തോടു കൂടി തന്നെ ജീവിക്കാനും ശ്രമിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. തീർച്ചയായിട്ടും എൻ്റെ എല്ലാ തരത്തിലുള്ള പിന്തുണകളും ഈ പ്രസ്ഥാനത്തോട് ഇത് യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമാക്കുന്നതിന് ഇറങ്ങിത്തിരിച്ചിട്ടുള്ളതായ നിങ്ങളെപ്പോലെയുള്ള ആളുകളുടെ ഈ പ്രസ്ഥാനത്തോട് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടും വീണ്ടും നബി തിരുമേനിയുടെ കാൽപ്പാടുകളെ പിന്തുടർന്നുകൊണ്ട് ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ യഥാർത്ഥമായിട്ടുള്ള കൂപ്പുകൈ. നന്ദി സുരേന്ദ്രൻ സാർ. തിരുനബി ചരിത്രം എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ പങ്കെടുക്കാൻ ഏറ്റവും അർഹൻ താങ്കളാണെന്ന് താങ്കളുടെ വാക്കുകൾ സാക്ഷ്യം നിൽക്കുന്നു. ഈ പുസ്തക ചർച്ചയുടെ സമാപനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. സമാപന പ്രസംഗം നിർവഹിക്കുന്നതിനായി മൗലവി ശ്രീ ഷബീൽ അഹമ്മദ് സാഹിബിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന സൽഹൃദയരായ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദൈവത്തിൻ്റെ ശാന്തിയും സമാധാനവും നിങ്ങളിലേവരിലും വർഷിക്കുമാറാകട്ടെ. തിരുനബി ചരിത്രം എന്ന ഹസ്രത്ത് മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദ് സാഹിബിൻ്റെ ഗ്രന്ഥത്തെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയാണ്, ഒരു പരിചയപ്പെടുത്തലാണ് ഈ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് മുമ്പ് സംസാരിച്ച രണ്ട് പ്രാസംഗികന്മാരും പ്രവാചകൻ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സംഭവ ബഹുലമായ ജീവിതത്തെ സംബന്ധിച്ച് ഏറെക്കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പാകെ വിവരിക്കുകയുണ്ടായി. ഏകദേശം 1500 വർഷങ്ങൾക്ക് മുമ്പ് ദൈവനിയോഗിതനായിക്കൊണ്ട് മാനവരാശിയുടെ നിലനിൽപ്പിന് അവരുടെ ആത്മീയവും ആധ്യാത്മികവുമായിട്ടുള്ള ജീവിത വിജയത്തിനും ഉന്നമനത്തിനും വേണ്ടി മാർഗദർശിയായിക്കൊണ്ട് നമ്മുടെ ഇടയിൽ ജീവിച്ച പ്രവാചകൻ. 1500 സൽവത്സരങ്ങൾ പിന്നിടുമ്പോഴും പ്രവാചകൻ നമ്മുടെ ഓരോരുത്തരുടെയും മനോമുഖരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കെ സുരേന്ദ്രൻ സാർ പറയുകയുണ്ടായി, എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക പോലെയുള്ള ഗ്രന്ഥങ്ങൾ പ്രവാചകനെ സംബന്ധിച്ച് മോസ്റ്റ് സക്സസ്ഫുൾ ഓഫ് ഓൾ ദി പ്രോഫറ്റ്സ് എന്ന് പറയുമ്പോൾ അത് എന്തെങ്കിലും ഒരു അതിശയോക്തിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നേരെമറിച്ച് പ്രവാചകൻ എന്താണോ ജനങ്ങളോട് ഉപദേശിച്ചത് അത് പ്രവാചകൻ ചെയ്തു കാണിച്ചു എന്നുള്ളതാണ്. പ്രവാചകൻ ചെയ്യുന്നത് മാത്രമേ പ്രവാചകൻ ഉപദേശിച്ചിരുന്നുള്ളൂ. അതാണ് ആ മഹാത്മാവിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ലോകം, ഈ പ്രപഞ്ചം, അതല്ലെങ്കിൽ മാനവിക ലോകം, മനുഷ്യരാശി ബുദ്ധി കൊണ്ട് ബൗദ്ധികമായും വളരെ പുരോഗതി പ്രാപിച്ചുകൊണ്ട് മനുഷ്യൻ വളരെ വലിയ വിജയങ്ങളും പുരോഗതികളും കൈവരിക്കുന്ന ചിന്താശക്തിയും ഗ്രാഹ്യശക്തിയും ഒക്കെ മനുഷ്യന് കരഗതമായപ്പോഴാണ് സാർവലൗകികമായിട്ടുള്ള ഒരു തത്വശാസ്ത്രവുമായി, ഒരു തത്വസംഹിതയുമായി പ്രവാചകനെ സാർവകാലികമായി കൊണ്ട് ദൈവം നിയോഗിച്ചയച്ചത്. പ്രവാചകൻ്റെ വ്യക്തിപരവും കുടുംബപരവും അതുപോലെ തന്നെ പ്രവാചകൻ ജീവിച്ച ആ പശ്ചാത്തലവുമെല്ലാം ഇവിടെ വിവരിക്കുകയുണ്ടായി.
യഥാർത്ഥത്തിൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിൻ്റെ പ്രതീകമായിരുന്നു എന്ന് ആ ജീവിതം ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്യുന്ന ഓരോ ആൾക്കും മനസ്സിലാക്കാൻ സാധിക്കും. പവിത്ര ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയതും അങ്ങനെ തന്നെയായിരുന്നു. അതായത് മുഴു ലോകത്തിനും കാരുണ്യമായിട്ടല്ലാതെ നബിയെ താങ്കളെ ഞാൻ നിയോഗിച്ചയക്കുന്നില്ല എന്ന് ദൈവം പറഞ്ഞതായി പവിത്ര ഖുർആനിൽ, വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ അത്യുത്കൃഷ്ടമായിട്ടുള്ള ധാർമ്മിക ഗുണങ്ങളുടെ പ്രതീകമായിരിക്കും, ആ ധാർമ്മികതയിൽ വിരാജിക്കുന്ന ആളായിരിക്കും താങ്കൾ എന്ന് ദൈവം അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് അദ്ദേഹം ജനങ്ങളോട് എടുത്തു പറഞ്ഞു, ഇന്നി ബോയിസ്തു ലി ഉത്തമ്മിമ മകാരിമൽ അഖ്ലാഖ്, ഞാൻ നിയോഗിതനായിരിക്കുന്നത് ധാർമ്മികമായ സ്വഭാവ സൽഗുണത്തിൻ്റെ ഏറ്റവും അത്യുന്നതമായിട്ടുള്ള ആ നിലവാരം, ആ ഉദാത്തമായിട്ടുള്ള മാതൃക നിങ്ങൾക്കിടയിൽ നിലനാട്ടുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് ആ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആ പ്രവാചകൻ്റെ ജീവിതം ആപാദചൂടം കാരുണ്യത്തിൽ അധിഷ്ഠിതമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ലോകത്ത് എത്രയോ ഭാഷകളിൽ, നൂറുകണക്കിന് ഭാഷകളിൽ നൂറുകണക്കിന് പ്രവാചക ചരിത്രങ്ങൾ നമുക്ക് ലഭ്യമാണ്. എന്നാൽ ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് രചിച്ച ഈ തിരുനബി ചരിത്രം, ഈ ഗ്രന്ഥത്തെ സംബന്ധിച്ച് അത് വായിച്ച് തീർത്ത രണ്ട് ആളുകൾ നമുക്ക് മുമ്പാകെ ഇവിടെ സംസാരിക്കുകയുണ്ടായി. കെ സുരേന്ദ്രൻ സാറ് സംസാരിച്ചപ്പോൾ എനിക്ക് പൂർണ്ണമായും ബോധ്യമായി ആ പുസ്തകത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ അദ്ദേഹം അത് വായിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ പ്രവാചകൻ്റെ ജീവിതത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രവാചകൻ്റെ ജീവിതം യഥാർത്ഥത്തിൽ മനുഷ്യകുലത്തിന് മാതൃകയാണ് എന്ന് ഖുർആൻ പറയുമ്പോൾ അത് തികച്ചും അങ്ങനെ തന്നെയായിരുന്നു. പ്രവാചകൻ്റെ അനുചരന്മാർ, അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണം, അദ്ദേഹത്തിൻ്റെ ഓരോ അനക്കമടക്കങ്ങളും, അദ്ദേഹത്തിൻ്റെ സംസാരവും പ്രവൃത്തിയും അതെല്ലാം തന്നെ അവർ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വായത്തമാക്കാൻ വേണ്ടി പരിശ്രമിച്ചിരുന്ന ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ അത് പരമ്പരാഗതമായി നിലനിന്നുകൊണ്ട് നമ്മളിലേക്ക് ആ പ്രവാചകൻ്റെ ജീവിതചര്യ എന്താണ് എന്ന് നമുക്ക് മുമ്പാകെ എത്തിയതുകൊണ്ട് തന്നെ വായിക്കുന്നതിലുപരിയായി പ്രവാചകനെ നമുക്ക് അടുത്തറിയാൻ വേണ്ടി സാധിക്കുന്നു. പ്രവാചകൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് മനുഷ്യകുലത്തോട് മാത്രമായിരുന്നില്ല, മൃഗങ്ങളോട് പോലും, മിണ്ടാപ്രാണികളോട് പോലും പ്രവാചകൻ കാരുണ്യത്തോടു കൂടിയാണ് വർഷിച്ചിരുന്നത്. പ്രവാചകൻ നിസ്സാരമായി കാണുന്ന ഉറുമ്പുകളെ ഒരവസരത്തിൽ തൻ്റെ അനുചരന്മാരാൽ അബദ്ധവശാൽ ഒരു അടുപ്പ് കൂട്ടിയപ്പോൾ, കത്തി അമർന്നപ്പോൾ ആരാണ് ഈ കൃത്യം ചെയ്തത് എന്നും തീ കൊണ്ട് ശിക്ഷിക്കുവാൻ ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനായ ദൈവത്തിനല്ലാതെ മറ്റാർക്കും തന്നെ അനുവാദമില്ല എന്നും അനുചരന്മാരെ പഠിപ്പിക്കുന്ന കാഴ്ചയും നമുക്ക് മുമ്പാകെ കാണാൻ സാധിക്കും. ഒരു അന്യമതസ്ഥൻ്റെ, ഒരു യഹൂദിയുടെ മൃതശരീരം ഏറ്റിക്കൊണ്ട് ആളുകൾ പോകുമ്പോൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആദരപൂർവം ആ മനുഷ്യനെ ആദരിച്ച പ്രവാചകനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ രീതിയിൽ പ്രവാചകൻ്റെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ ആ പ്രവാചകൻ്റെ ഓരോ ചുവടിലും, ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളിലും മനുഷ്യരാശിക്ക് തികച്ചും നമുക്ക് മാതൃക മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. എൻ്റെ സമയം അവസാനിച്ചു. ഈ പ്രവാചക സ്മൃതി, ഈ പ്രവാചക ചരിത്രം, ഈ ഗ്രന്ഥം ഇന്ന് ഇവിടെ പരിചയപ്പെടുത്തുമ്പോൾ നമ്മുടെ ഇവിടെ നടക്കുന്ന ഈ ബുക്ക് ഫെയറിൽ A113 സ്റ്റാളിൽ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഗ്രന്ഥം കരസ്ഥമാക്കാൻ സാധിക്കും. ഇത് ഓരോരുത്തരും തന്നെ വാങ്ങി വായിക്കുകയും, ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ ലോകം വളരെയധികം നാശത്തിലേക്ക് കുതിച്ച് പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അനീതിയും അക്രമവും മാത്രമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും എല്ലാം പേരുകൾ പറഞ്ഞുകൊണ്ട് മനുഷ്യൻ ഭിന്നിച്ചുകൊണ്ടിരിക്കുന്ന, മനുഷ്യനെ ഹനിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ യഥാർത്ഥ കഥാപാത്രമെന്ന് വിശേഷിപ്പിക്കുന്ന
മനുഷ്യന് യാതൊരു നിലയും വിലയും നൽകാത്ത ഈ സാഹചര്യത്തിൽ പ്രവാചകൻ്റെ അധ്യാപനങ്ങളെ നമ്മൾ നെഞ്ചിലേറ്റിക്കൊണ്ട് അത് നാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ, അത് മറ്റുള്ളവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ, തികച്ചും ഈ ലോകത്തെ നമുക്ക് സ്വർഗസമാനമാക്കുവാനും ശാന്തി നിർഭരമായിട്ടുള്ള ഒരു അന്തരീക്ഷം നമുക്ക് ഇവിടെ ഉണ്ടാക്കിയെടുക്കുവാനും തീർച്ചയായും സാധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് ഈ പരിപാടിയിൽ ഇവിടെ പങ്കെടുത്തിട്ടുള്ള നമ്മുടെ വിശിഷ്ട വ്യക്തികൾക്കെല്ലാം തന്നെ പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഇവിടെ ഈ പുസ്തക പരിചയത്തിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ സഹൃദയരായിട്ടുള്ള ശ്രോതാക്കൾക്കും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.